ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിതഗൃഹം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ത്രെഡ് വർക്ക് കൊണ്ടുള്ള മാലയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് കാണിച്ചു തരാം. ഈ നൂല്, ഇത് സിൽക്ക് നൂല്, എംബ്രോയിഡറി നൂലെന്ന് പറയും ഇതിന്. ഈ നൂല് വെച്ചിട്ടാണ് നമ്മൾ ആ മാല ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ മാല ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന നൂലാണ്. അപ്പം ഞാൻ ഈ കളർ എടുക്കാം, വാടാമല്ലി കളർ. ഇതുകൊണ്ട് നമുക്ക് മാല ഉണ്ടാക്കാം. ബൈൻഡ് ചെയ്ത ബുക്ക് വേണം എടുക്കാനായിട്ട്, ഇത്രയും നീളമുള്ളത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വീതിക്ക് നമുക്ക് ഇതാക്കിയെടുക്കാം. നൂല് ചുറ്റിയെടുക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരറ്റം വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കും. ഇതിൻ്റെ അറ്റം നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിച്ച് ഇതെങ്ങനെ നൂല് വിട്ടു പോകരുത്. ആദ്യം നമ്മൾ പിടിച്ച നൂല് വിട്ടു പോകരുത്. ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇത്രയും ചുറ്റിയിട്ടുണ്ട്. ഇനിയും ചുറ്റണം. ഇത് നല്ല വണ്ണത്തിൽ ചുറ്റിയെടുക്കണം, എന്നാലേ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഇനിയും ചുറ്റണം. നമുക്ക് കൈ വേദന എടുക്കും. നൂല് നമ്മൾ ഇവിടെ വെക്കുമ്പോൾ അഴിഞ്ഞു പോകാതെ ആ വിധത്തിൽ വേണം വെക്കാനായിട്ട്. ഞാൻ ചുറ്റിയതിന് ശേഷം കാണിക്കാം. എടുത്തിട്ടുണ്ട്, നല്ല വണ്ണത്തിൽ ചുറ്റിയെടുത്തിട്ടുണ്ട് തയ്ക്കാനായിട്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഈ ഭാഗത്തൊരു നൂല് വെച്ച് കെട്ടണം. ഇതെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടാനായിട്ടുള്ളത്. നല്ല ടൈറ്റ് ആയിരിക്കണ കാരണം കിട്ടൂല. ഞാൻ നഖം വെച്ചാണ് എടുത്തേക്കുന്നത്. ഒരു വെള്ള കളർ, ആ കളറിലും തന്നെ എടുക്കണ്ട, വേറെ കളർ എടുത്താൽ മതി. എന്നിട്ട് നമുക്കിങ്ങനെ പോന്നിട്ടുണ്ടാകുന്ന ഒന്നുകൂടെ നോക്കണേ. എന്നിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് നല്ല പോലെ അങ്ങോട്ട് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് അങ്ങോട്ട് ലൂസായിപ്പോയി, സാരമില്ല. എന്നിട്ട് നമുക്കിവിടെ കത്രിക കൊണ്ട് വെട്ടണം. ഇത് നമ്മുടെ ഈ വെള്ള നൂല് ഇവിടെ ഒന്ന് കെട്ടി നിർത്താം. ഈ ഇതുമേലൊന്ന് ഒരു ബലത്തിന് വേണ്ടി നമ്മൾ ഈ നൂല് ഇങ്ങനെ കെട്ടണേ. നമ്മളിത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുന്നില്ലെങ്കിൽ മറ്റേ നൂലൊക്കെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ഈ കസേരയുടെ ഇതുമേൽ ഞാൻ സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ മുറുക്കി പെഞ്ഞി വരുമ്പോൾ സെലോ ടേപ്പ് അങ്ങനെ വിട്ട് ഇതങ്ങനെ പോകുന്നാൽ പിന്നെ പണി കിട്ടും. എന്നിട്ട് നമുക്കിതിങ്ങനെ പിടിക്കാം. ഒരു മൂന്ന് നമ്മുടെ മുടിയൊക്കെ പിന്നാനായിട്ട് എടുക്കൂലേ, അതേപോലെ 3 ലെയറിൽ ഇങ്ങനെ ഒപ്പം സമമായിരിക്കണം. ഇതിങ്ങനെ എടുത്തിട്ട് ഈ നൂലെടുക്കുമ്പോൾ ഇതിങ്ങനെ നല്ല ഒരു ഇതും ഇല്ലാണ്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. ഒരു നൂല് പോലും പൊങ്ങി നിൽക്കരുത്. പിന്നെ തുടങ്ങണേ നല്ല ടൈറ്റായിട്ട് പിന്നണേ.
ഇത്രയും കൂടെ ചുറ്റിയെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ വണ്ണത്തിൽ കിട്ടിയില്ല. ഉണ്ടോ? അപ്പോൾ നേരിയതായി നൂല് രണ്ടും അതിൻ്റെ ബാക്കി നൂല് നമുക്ക് ഇതിൻ്റെ അറ്റം ചുറ്റാൻ വേണം. അത് കാരണം ഞാൻ കുറച്ച് വെച്ച് ഇത് ഈ കളറ് 2 വേണമായിരുന്നു. അങ്ങനെ എനിക്ക് ഇത്രയും കൂടെ വണ്ണം ഉണ്ടായിരുന്നു. നമ്മൾ ഈ നൂല് കണ്ടത് ഇത്രയും ഇങ്ങനെ നീളത്തിൽ ഇത്രയും നമ്മൾ ചുറ്റിയെടുത്തു. ഉണ്ടോ? ഇങ്ങനെ നല്ല നീളത്തിൽ ഇങ്ങനെ ചുറ്റിയെടുത്തു. നല്ല നീളമൊന്നുമില്ല. ഇതിൻ്റെ അറ്റത്ത് പശ തേച്ച് കൊടുത്ത് വേണ്ട. ഇതിൻ്റെ അറ്റത്ത് പശ തേച്ച് കൊടുത്ത്. പശ തേച്ചത് വേറെ ഒന്നുമല്ല, ഇങ്ങനെ അടർന്ന് ഉണ്ടാ. നിങ്ങൾ കണ്ട ഈ ഒരു വശത്തായിട്ട് ഉണ്ടാ, ഇതിൻ്റെ കുറച്ച് ഭാഗത്തായിട്ട് ഞാൻ ഈ ഒരു റിങ് കോർത്തെടുത്ത് ഉണ്ടാ. കോർത്തെടുത്തിട്ട് ബാക്കിയുള്ള വശം കൂടെ താഴ്ത്തോട്ടാക്കി. അങ്ങനെ നമ്മൾ ഈ ചരട് ഇങ്ങനെ ഇതുമേൽ ചുറ്റിയിട്ട് ഇങ്ങനെ ഉണ്ടാ നല്ല ഫിനിഷിങ് ആയിട്ട് ചുറ്റണം കേട്ടോ. നല്ല വലിച്ച് പിടിച്ച് ചുറ്റണം, ഇല്ലെങ്കിൽ നൂലുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഉണ്ടാ ഇങ്ങനെ വലിച്ച് ചുറ്റണം. ഈ നൂല് വലിച്ച് ചുറ്റണം. ഓരോ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാ. ഇത്തിരി നീളം വരെ ചുറ്റിയെടുക്കണം നമ്മൾ. പഴയതായിട്ട് തേച്ചു. ആ പശ വെച്ച് തന്നെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പുറയിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി കൊടുക്കാം. ഉണ്ടാ പശ അവിടെ ഒട്ടി പിടിച്ചു പോകും. ഉണ്ടാ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തേ. സെറ്റായി.
ഇത് ഉണങ്ങി കഴിയും. ഇനി ഇതിന്മേലൊന്നും ചെയ്യരുതേ, ഇതിങ്ങനെ വെക്കുക. ഇവിടുന്ന് നൂലൊന്ന് പയ്യന് ഇതാകുന്നത്. അപ്പം നമുക്കൊന്ന് ഇത്തിരി പശയും കണ്ട് തേച്ച് വെക്കാം. ഇപ്പം നൂല് ഇവിടെ നിന്ന് അനങ്ങുന്നത്. ഇതിൻ്റെ അറ്റം നമ്മൾ പശ തേച്ചേക്കണേ. അങ്ങനെ പശ തേച്ചത് ഇങ്ങനെ വെച്ചിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വേണം. ഒരു വളവും ഇതൊന്നും ഉണ്ടാവരുത്. ഇതേപോലെ ഇങ്ങനെ എടുത്ത് അപ്പം നമ്മുടെ ഈ മാല പിന്നി കണ്ട ഇങ്ങനെ പിന്നി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് ഇതേപോലെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ നൂല് വെച്ച് ആ നൂല് വെച്ച് തന്നെ നമ്മളിങ്ങനെ കെട്ടി ഒരു പശയൊക്കെ തേച്ച് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. കണ്ടത് ഇവിടെ നമ്മൾ കൊളുത്താനായിട്ട് വേറൊരു കൊളുത്തിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിങ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാല ഒപ്പം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇതുണ്ട് ഇതിങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ഇതിലാണ്, ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഈ സ്ഥലം തുടങ്ങണം. ഇനി എടുക്കാം, എടുത്ത് കൈ പിടിക്കാം. അപ്പോൾ ആ കെട്ട് ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ ആക്കി വെക്കണേന്, ഉള്ളിലേക്ക് ആക്കി വെക്കണം, പറയൂല. ഇനി നമുക്കൊരു മുത്ത് കോർക്കാം. മുത്ത് കോർത്തിട്ട് പറ്റേ ചേർത്ത് ഇങ്ങനെ അങ്ങോട്ട് ആ നൂലിൻ്റെ നല്ല വശം വേണം നമ്മൾ മുത്ത് കോർത്ത് ഫ്രണ്ടിൽ വരത്തൊക്കെ വെക്കും കേട്ടോ. ടൈറ്റായിട്ട് നമ്മളിങ്ങനെ തുന്നിയിട്ടുണ്ട്. മുത്ത് കോർത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നമ്മൾ അടുത്തത് എടുക്കണേനെ. എന്താ അതിലേ കൂടെ തന്നെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ തന്നെ കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ട് കണ്ട എടുക്കണ കണ്ടില്ലേ നിങ്ങൾ? ഇതിലേ കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇപ്പുറത്തെ കൂടെ ആയിരിക്കണം കേട്ടോ. ഒരു മുത്ത് കോർക്കുക. അവിടെ അതൊരു ഇതായിട്ട് വരുന്നത് അല്ലേ, മുത്തവിടെ സ്റ്റൈലായിട്ട് വരും. ഇനി അതിൻ്റെ തന്നെ സൈഡിൽ കൂടെ ഉണ്ട്
കറക്റ്റായിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് കൂടെ അങ്ങനെ ഉണ്ടോ. ഇത് കോർക്കണ എങ്ങനെയാണെന്ന് മനസ്സിലായത് എന്നിട്ട് ഈ സൈഡ് ഇതിൽ കൂടി ഇങ്ങനെ സൈഡ് ചേർത്ത് ഇങ്ങനെ എന്നിട്ട് താഴെ കൂടെ കോർത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കണം. ഉണ്ടോ. കെട്ട് വരരുത് കേട്ടോ. കെട്ട് വരാതെ നമ്മൾ നോക്കണം. നമുക്കൊരു ഇതേപോലത്തെ മജന്തയും പച്ചയും സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു മജന്തയും പച്ചയും സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് ഇനി അടുത്തത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ തന്നെ എടുത്ത് ഇങ്ങനെ കോർത്തെടുക്കുക. ഇതിൻ്റെ അറ്റമെടുത്ത് നമുക്ക് ഇതിങ്ങനെ കോർത്തിട്ട് ഇതിൻ്റെ മറ്റേ അറ്റവും കൂടി എടുത്ത് കോർത്തിട്ട് അല്ലേ ഇങ്ങനെ മാല റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് കാണുക, കണ്ടിട്ട് ഇതേപോലെ ചെയ്യുക. ചെയ്തിട്ട് നമ്മുടെ ഓണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നല്ല ഇങ്ങനത്തെ ഒരു മാല ഉണ്ടാക്കി നമ്മൾ കഴുത്തിലിട്ടാൽ നല്ല അടിപൊളി ഗ്രാൻഡായി. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു ലൈക്ക് ഇട്ടേക്കണേ. ഓക്കെ, ബൈ.